നല്ല അടിപൊളി പാവയ്ക്കുണ്ടോ. ഞാനിപ്പോൾ ഉള്ളത് മാരാമഠത്തെ മേക്കതിലെ സുര എന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ്. നമുക്ക് കർഷകനെ ഒന്ന് കാണാം. കേട്ടോ, ഈ കർഷകന്റെ കൃഷിയിടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അടിപൊളിയായിട്ട് നാടൻ പാവല് സൂപ്പറായിട്ട് ഇങ്ങനെ വിളഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് പാവയ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു പച്ചക്കറിയാണ്. നല്ല കയ്പുണ്ടെങ്കിലും പാവയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഏറെയുള്ളത്. ഏറ്റവും കൂടുതൽ ലാഭകരമായ കൃഷി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാവകൃഷിയാണ്. സംശയമുണ്ടോ? തീർച്ചയായിട്ടും. ധാരാളം വൈറ്റമിൻസും ആന്റി ഓക്സിഡന്റൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുള്ള നല്ലൊരു പച്ചക്കറിയാണ് ഈ പാവയ്ക്ക എന്നത്. അപ്പോൾ അതുകൊണ്ട് വിപണിയിൽ ഏറെ ഡിമാൻഡ് ഉണ്ട് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് പല ഇനത്തിൽപ്പെട്ട പാവൽ നമ്മുടെ നാട്ടിലേക്ക് കൃഷി ചെയ്യുന്നെങ്കിൽ പരമ്പരാഗതമായി നമ്മുടെ നാട്ടിലേക്ക് കൈമാറി കിട്ടിയ ഇവർ തലമുറകൾ കൊണ്ട് കൈമാറി കിട്ടിയ വിത്തനങ്ങൾ വച്ചാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അടുത്ത വർഷത്തേക്ക് നടാനാവശ്യമായ വിത്തുകൾ നല്ല ആരോഗ്യമുള്ളതും രോഗിയുടെ ബാധയൊന്നും ഇല്ലാത്ത ചെടികളിൽ നിന്ന് ശേഖരിച്ച് വെച്ചിട്ട് അടുത്ത വർഷം അങ്ങനെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അങ്ങനെയല്ലേ? അങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഏറെ സന്തോഷം ഈ കൃഷിയിടത്തിൽ വരാൻ കണ്ട ഈ ഹരിത സമൃദ്ധി കാണുമ്പോൾ തന്നെ നമുക്ക് ഏറെ സന്തോഷമുണ്ട്.